The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello, my dear children. Listen to this inspiring quotes. Peace is the beauty of life. It is the smile of a child, the love of a mother, the joy of a father, and togetherness of a family. So, live in peace because peace comes from within. Okay, children, welcome back to the social studies class. In the last class, we learned about latitude, longitude, and its measurements. Isn't it? Look at this picture. Alina and Ammu are two children living at places located on almost opposite side of the earth. Alina lives in California in the USA and Ammu lives in Kerala. Okay, from the globe you can understand that those places are located on opposite sides of the earth. While Ammu goes to school in the morning, Alina is sleeping at night. While Alina goes to school in the morning, it will be night at Ammu's place. When it is day on one face of the earth, the opposite face experience night. അമ്മു മോർണിംഗ് സ്കൂളിലേക്ക് പോകുമ്പോൾ അലീനയുടെ പ്രദേശത്ത് നൈറ്റാണ് അല്ലേ, രാത്രി സമയമാണ്. അലീന പോകുന്ന സമയത്ത് അമ്മുവിൻ്റെ പ്ലേസിൽ നൈറ്റാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അലീന സ്കൂളിൽ പോകുന്ന സമയം മോർണിംഗ് ആണെങ്കിൽ അമ്മുവിൻ്റെ പ്ലേസിൽ അനുഭവപ്പെടുന്നത് നൈറ്റാണ്. സോ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഓപ്പോസിറ്റ് അല്ലേ, ഓപ്പോസിറ്റാണ് നോക്കൂ. സോ വെൻ ഇറ്റ് ഈസ് ഡേ ഓൺ വൺസ് ഫേസ് ഓഫ് ദ എർത്ത്, ദ ഓപ്പോസിറ്റ് ഫേസ് എക്സ്പീരിയൻസ് നൈറ്റ്. These days and nights are experienced one after the other. ഒരു ഡേ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന നൈറ്റ്. അപ്പോൾ ഗ്ലോബിൻ്റെ ഒരു സൈഡ് ടീച്ചർ കുട്ടികളെ പിക്ചറിൽ നോക്കുക, ഗ്ലോബിൻ്റെ ഒരു സൈഡിൽ അലീനയുടെ ഹൗസും കാണിച്ചിട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് അമ്മുവിൻ്റെ ഹൗസുമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അമ്മു താമസിക്കുന്നത് കേരളത്തിലാണ്, അലീന യു എസ് എയിലെ കാലിഫോർണിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അലീന സ്കൂളിൽ പോകുന്ന സമയം അമ്മുവിൻ്റെ പ്രദേശത്ത് എന്താണ് നൈറ്റാണ്. അമ്മു പോകുന്ന സമയത്ത്, അമ്മു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അലീനയുടെ പ്ലേസ് എന്താവുന്നു, നൈറ്റ് ആവുന്നു. സോ ഈ ഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ഈ എർത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നത്. ഡേ ആൻഡ് നൈറ്റ് അല്ലേ, ഡേ ആൻഡ് നൈറ്റിൻ്റെ എക്സ്പീരിയൻസ് നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ്. ഓക്കെ, ലെറ്റ് us see how this happens through a simple experiment. ഇത് നോക്കൂ, നിങ്ങൾ ചെറിയൊരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്കിലൊരു ചിത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, ചെറിയൊരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലാക്കുക അല്ലേ. എന്താണ്, ഒരു ഗ്ലോബ് എടുക്കുക, ആ ഗ്ലോബിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഡാർക്ക് ആയിട്ടുള്ള റൂമിൽ വെച്ച് നമുക്ക് ഗ്ലോബ് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന വെളിച്ചം ഗ്ലോബിൻ്റെ ഏത് പ്രദേശത്താണോ തട്ടുന്നത് ആ ഭാഗത്ത്, അല്ലെങ്കിൽ ഏത് ഫേസിലാണോ തട്ടുന്നത് ആ ഭാഗം ഡേയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, നൈറ്റും ആയിരിക്കും അല്ലേ. സർഫേസിലേക്ക് സൺറൈസ് തട്ടുന്ന ഏരിയകളാണ് ഡേയും, ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, നൈറ്റുമായിരിക്കും. ഓക്കെ, ദ ഓപ്പോസിറ്റ് ഫേസ് എക്സ്പീരിയൻസ് നൈറ്റ്. The days and nights are experienced one after other. Let us see how this happens through a simple experiment. You can see that the illuminated face turn dark and the dark face turn illuminated. Okay, dark face like
ലൈറ്റ് തട്ടുമ്പോൾ അവിടെ ഡേ ആയിട്ടും അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓപ്പോസിറ്റ് സൈഡ് തട്ടുമ്പോൾ അതെന്തായിരിക്കും, അവിടെ ഡാർക്കായിട്ട് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, ഡാർക്കായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. യു ക്യാൻ സീ ദാറ്റ് ദ ഇലുമിനേറ്റഡ് ഫേസ് ടേൺസ് ഡാർക്ക് ആൻഡ് ദ ഡാർക്ക് ഫേസ് ടേൺ ഇലുമിനേറ്റഡ്. ക്ലിയർ? Okay children, we can move to our next topic, sunrise and sunset. Let us see a picture in your textbook. In all these 3 pictures, you can see shadows of trees, isn't it? Based on the position and size of shadows, can you spot the sun in these pictures? Yes. In the first picture, sun is in the left side. In the second picture, it will be on top. And the third picture, sun is going to on the right side. Now you identify the sunrise and sunset based on the position of shadows. Is it easy? Yes. The change in the position of the sun is experienced due to the rotation of earth. Why do the position of shadows change? ഈ പിക്ചറിലെ ഷാഡോസ് ഒക്കെ ചേഞ്ച് ചെയ്തതായി നമുക്ക് കാണാം അല്ലേ. ഒന്ന് റൈറ്റ് സൈഡിലുണ്ട്, മറ്റൊന്ന് ഡൗൺ പാർട്ടിലാണ്, മറ്റൊന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Why do the position of shadows change? Due to the rotation of earth from east to west. The spinning of the earth on its own axis is called rotation, isn't it? Now, is it clear for you? Okay. Children, do you know how does season change happen? Along with rotation, earth is also moving around the sun. Along the rotation ഓടൊപ്പം എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യന് ചുറ്റും റൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അലോങ് വിത്ത് റൊട്ടേഷൻ എർത്ത് ഈസ് ആൾസോ മൂവിങ് അറൗണ്ട് ദ സൺ. ഓക്കെ, ദിസ് മൂവ്മെൻറ്റ് ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് revolution. What is rotation? The spinning of the earth on its own axis is called rotation. Now we are going to learn what is revolution. Revolution എന്താണ്? The movement of the earth around the sun is called revolution. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണത്തെ പറയുന്ന പേരാണ് revolution. Clear? The movement of the earth around the sun is called revolution. Okay children, what are the different seasons we experience in an year? ഒരു വർഷത്തിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള കാലാവസ്ഥകളാണ് അല്ലെങ്കിൽ സീസൺസ് ആണ് അനുഭവിക്കുന്നത്? യു നോ ദാറ്റ്? യെസ്. സമ്മർ, റൈനി, വിൻ്റർ ആൻഡ് സ്പ്രിംഗ് സീസൺ. വിച്ച് ആർ ദേ? സമ്മർ സീസൺ, വിൻ്റർ സീസൺ, റൈനി സീസൺ ആൻഡ് spring season, isn't it? Okay. These seasons changes are due to the revolution of earth. എന്തുകൊണ്ടാണ് ഈ സീസൺസ് ഒക്കെ ഉണ്ടാവുന്നത്? ഡ്യൂ ടു ദ റെവല്യൂഷൻ ഓഫ് എർത്ത്. ഓക്കെ, എർത്തിലുണ്ടാവുന്ന റെവല്യൂഷനാണ് സീസൺ ചേഞ്ചസിന് കാരണമായിട്ടുള്ളത്. ഓക്കെ, സോ ടുഡേയ്സ് ക്ലാസ് വി ലേൺ മോർ അബൌട്ട് day and night, what is revolution and rotation, what are the different type of seasons. I hope you are also aware of the fact that earth takes 365 1/4 days to make revolution around the sun. That is called 1 year. What is it? The earth takes 365 1/4 days to make a round or the revolution of sun. അല്ലേ, സണ്ണിനെ വലം വയ്ക്കാൻ ഭൂമി എടുക്കുന്നത് 365 ദിവസമാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് 1 year, ഒരു വർഷം എന്ന് പറയുന്നത്. The earth
takes 365 1/4 days to make revolution around the sun, that is called 1 year. Is it clear? So children, there are some worksheet on page number 69, 71 and 72 based on this chapter. Try to do that on your own. Okay? പേജ് നമ്പർ 69, 71, 72 ഒരു ചെറിയ വർക്ക്ഷീറ്റുകളുണ്ട്. കുട്ടികളത് ചെയ്യാൻ ശ്രമിക്കുക. യു ഹാവ് എനി ഡൗട്ട്, ജസ്റ്റ് കോൺടാക്ട് മീ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. See you in the next class. Bye.